ഹലോ, അപ്പം N4 ഇതുവയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജേർണലിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവരൊക്കെ പോയി കണ്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അന്നപ്പോൾ നമ്മൾ കുറേയൊക്കെ ഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വാഷി ടാപ്പും പിന്നെ സ്റ്റിക്കേഴ്സൊക്കെയാണ് കേട്ടോ ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പം നമ്മളത് ഈ 3 സ്റ്റിക്കേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കും നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. എവിടെയൊക്കെ സ്റ്റിക്കർ എന്തൊക്കെ സ്റ്റിക്കറൊന്നും ഒട്ടിക്കണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സ്റ്റിക്കറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കണ്ടോ, അപ്പം നമ്മളത് ഇങ്ങനെ പറിച്ചെടുക്കുവാണ്. കണ്ടോ, ഈ സ്റ്റിക്കറാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പോൾ എവിടേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് എനിക്കറിയാൻ പാടില്ലാത്തത്. നമ്മളൊരു ബ്ലാങ്കായി കിടക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് സ്റ്റിക്കേഴ്സ് കൊണ്ട് നിറയ്ക്കുന്നുണ്ട്. 2 സ്റ്റിക്കറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ജേർണലിലോട്ട്. ഇനി നമുക്കിതാ വാഷി ടാപ്പ് എടുക്കാം. ഈ ഒരു വാഷി ടാപ്പാണ് എടുക്കുന്നത്. നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ബ്ലാങ്കായി കിടക്കുന്ന സ്ഥലം കണ്ടോ, അവിടേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ വാഷി ടാപ്പ്. ഈ വാഷി ടാപ്പ് ഒട്ടിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ ഒട്ടിച്ചതൊന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. ഒട്ടിച്ച മീൻസ് അതിങ്ങനെ ഒന്ന് വളഞ്ഞിട്ടുണ്ട്. ആ കുഴപ്പമൊന്നുമില്ല അല്ലേ. നമ്മളിങ്ങനെ ഒരു ബ്ലാങ്കായി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു വാഷി ടാപ്പ് ഒന്ന് ഒട്ടിച്ച് നിറയ്ക്കണം. ഒരു ഇട ഉള്ളിടത്ത് മാത്രം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. വാഷി ടാപ്പിൻ്റെ അകത്തെ ഉള്ളിടത്തൊന്നും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നില്ല. ഇത് നല്ല പണിയാണ് ഈ ഒരു വാഷി ടാപ്പ് ഒന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു വാഷി ടാപ്പ് കുറേ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബ്ലാങ്കായിടത്തൊക്കെ നമ്മൾ ഈ വാഷി ടാപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കവായ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഈ കവായ് സ്റ്റിക്കേഴ്സ് എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റിക്കർ പെട്ടി. പഴയൊരു മേക്കപ്പ് ബോക്സിൻ്റെ ആണ്. അപ്പം ഞാനതെടുത്ത് സ്റ്റിക്കർ പെട്ടിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റിക്കർ പെട്ടിയിൽ ഏതൊക്കെ സ്റ്റിക്കേഴ്സാണ് ഉള്ളത് നോക്കിയാലോ. അപ്പം ഈ ഒരു ജേർണൽ കഴിഞ്ഞിട്ട് നോക്കാം അല്ലേ. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ജേർണലൊന്ന് ഫുള്ളാക്കട്ടെ, എന്നിട്ടാ നോക്കാം നമുക്കിത്. ഈ ഒരു ഗ്രീൻ സ്റ്റിക്കറാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ഒട്ടിച്ചെടുക്കുന്നത്. ഈ സ്റ്റിക്കറിൽ അയ്യോ പോരുന്നുണ്ടല്ലോ. ഈ ഒരു സ്റ്റിക്കറാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. അത് കാണുന്നുണ്ടോ? ഗ്രീൻ സ്റ്റിക്കറാണ്. അത് കാണുന്നില്ല അല്ലേ. കുഴപ്പമില്ല, നമുക്ക് തിരിഞ്ഞാൽ കണ്ടോളും. ഇതിൽ നോക്കുമ്പോൾ കാണുമായിരിക്കും. ഇതിലോട്ടൊരു ചേരുന്നൊരു സ്റ്റിക്കറാണ്. അതിൻ്റെ അതിൽ പിന്നെ കുറേ ഉണ്ട് കേട്ടോ അതേ സ്റ്റിക്കേഴ്സ്. പിന്നെ ഇത് നമ്മൾ ഇതിലോട്ട് ഗ്രീൻ ഇട്ടിട്ടല്ലേ കാര്യമുള്ളൂ. പർപ്പിൾ എങ്ങാനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ഉണ്ടാവുമായിരുന്നു സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ. പക്ഷേ ഞാൻ പർപ്പിളാണ് ഓർഡർ ചെയ്തത്. കുറേ ഒട്ടിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. 3 സ്റ്റിക്കേഴ്സ് മാത്രമാണ് ഒട്ടിച്ചു കൊടുത്തത്. ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ ജേർണലിൻ്റെ. നമ്മളുണ്ടോ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടോ സ്റ്റിക്കേഴ്സ് ഈ ഒരു 3 ഒട്ടിച്ചു കൊടുത്തത്. ഇതിലോട്ട് നമുക്ക് കോട്ട്സൊക്കെ ഒന്ന് എഴുതി കൊടുക്കണേ. നമുക്ക് പിന്നെ എഴുതാം കേട്ടോ. ഞാനിപ്പോൾ അത് കോട്ട്സൊന്നും കണ്ടുവച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരു എന്തെഴുതും, ഫാമിലീസ് എ ഡയമണ്ട്. ഓക്കെ, അത് എഴുതാം. ഫാമിലി ഗ്രീൻ കളറ് ഗ്ലിറ്റർ പെൻ കൊണ്ടാണ് നമ്മളത് എഴുതുന്നത്. ഫാമിലിന്ന് എഴുതാൻ സ്ഥലമില്ലല്ലോ. ഈസ് എ ഡയമണ്ട്.
നമ്മൾ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എഴുതി കൊടുത്ത് ഇവിടെയാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വേറെ ഇവിടെ എവിടെയും കോട്ട എഴുതാനില്ല കേട്ടോ. ഹലോ എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഹലോ എന്ന് എഴുതാം. ഐ ആം ഡിഫറെൻറ്റ് എന്ന് എഴുതാം. ഡിഫറെൻ്റ് എഴുതാം. ഇവിടെ യുണീക്ക് ആയിക്കോട്ടെ. യുണീക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജേണൽ ഫുള്ളായി. ഇവിടെയാണ് കേട്ടോ ഞാൻ രണ്ടാമത് കോട്ട എഴുതി കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമായി ഈ ജേണൽ? എന്നാൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ആ സ്റ്റിക്കർ നോക്കാമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് സ്റ്റിക്കർ നോക്കിയാലോ? ഫസ്റ്റ് തന്നെ നമ്മൾ എന്തായാലും പുറത്തെടുത്താലേ നമുക്ക് ഫസ്റ്റ് ഇത് തന്നെ നോക്കാം. ഇത് എൻ്റെ കയ്യിലുള്ളത് കവർ സ്റ്റിക്കറാണ്. 20 ഷീറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ 10 ഷീറ്റൊക്കെ ആയിട്ടുണ്ട്. 10 ഉണ്ടാവില്ല, 7 ഷീറ്റ്. അതിൽ കുറേ കട്ട് പീസസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റിക്കറിൽ ഞാൻ കുറേയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനൊരു സ്റ്റിക്കർ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇതാ, അയ്യോ പോലെ മക്കളെ പോലെ. പിന്നെ ഇതൊരു ഡ്രസ്സപ്പിൻ്റെ ഒരു സ്റ്റിക്കറുണ്ട്. പിന്നെ ഇതാ കട്ട് പീസസ് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇതേപോലെ ചെറുതായിരിക്കും. പിന്നെ ഇതാ ഇതുണ്ട്, ഈ ഒരു സ്റ്റിക്കറുണ്ട് ഗൈസ്. ഇതുണ്ട്, പിന്നെ ഇതുണ്ട്. ഇനി ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പം ബൈ.